വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമരമ്പലം മാമ്പോയിലെ മോഷണക്കേസിലെ പ്രധാന പ്രതിക്ക് സഹായം ചെയ്തു നൽകിയ കൂട്ടുപ്രതിയെ തൃശൂരിൽ നിന്ന് പിടികൂടി പോലീസ്. മാമ്പോയിൽ സ്വദേശി ഇരിക്കോടൻ നിതീഷ് എന്ന പൂന്തേരി സനുവിനെയാണ് പിടികൂടിയത്. ചാലിയാറിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി, സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധം. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജിവെച്ചു. LDF പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരണം നൽകി. നിലമ്പൂരിന്റെ വികസനത്തിൽ നഗരസഭാ ഭരണസമിതിയെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിച്ച് നിലമ്പൂർ വികസന സമിതി. കഴിഞ്ഞ 5 വർഷം നഗരസഭാ ഭരണവും സംസ്ഥാന ഭരണവും ഒരു മുന്നണിയായിട്ടും വികസനം സാധ്യമായില്ലെന്നും നിലമ്പൂർ വികസന സമിതി ആരോപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നവംബർ 14 വെള്ളിയാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. രാവിലെ 11-നും വൈകിട്ട് 3-നും ഇടയിലാണ് പത്രിക സമർപ്പിക്കേണ്ടത്. ഗാർഹിക LPG പാചകവാതക സിലിണ്ടറിന് സബ്സിഡി ലഭിക്കുന്ന ഉപയോക്താക്കൾ KYC നിർബന്ധമായും പുതുക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ. ലഭിക്കുന്ന സബ്സിഡി നിലനിർത്തുന്നതിനായി എല്ലാ സാമ്പത്തിക വർഷവും KYC പുതുക്കണമെന്നാണ് പുതിയ തീരുമാനം. വാർത്തകൾ വിശദമായി. അമരമ്പലം മാമ്പോയിലെ മോഷണക്കേസിലെ പ്രധാന പ്രതിക്ക് സഹായം ചെയ്ത് നൽകിയ കൂട്ടുപ്രതിയെ തൃശൂരിൽ നിന്ന് പിടികൂടി പോലീസ്. മാമ്പോയിൽ സ്വദേശി ഇരിക്കോടൻ നിതീഷ് എന്ന പൂന്തേരി സനുവിനെയാണ് നിലമ്പൂർ DYSPക്ക് കീഴിലുള്ള പ്രത്യേക കുറ്റാന്വേഷണ സംഘം തൃശൂരിൽ നിന്ന് വിദഗ്ധമായി പിടികൂടിയത്. നിതീഷ് നിരവധി കേസുകളിലെ പ്രതിയായതിനെ തുടർന്ന് കാപ്പ ചുമത്തി ജില്ലയ്ക്ക് പുറത്താക്കിയ ആളാണ്. മോഷണക്കേസിലെ പ്രധാന പ്രതി കുപ്രസിദ്ധ മോഷ്ടാവ് ചെറുവണ്ണൂർ കൊളത്തുതറ സ്വദേശി മനക്കോട്ട് ജിത്തുവിനെ ഇന്നലെ കോഴിക്കോട് നിന്നും അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. 24 കളവ് കേസുകളിലെ പ്രതിയാണ് ജിത്തു. ജയിലിൽ കഴിയവെയാണ് ഇരുവരും പരിചയത്തിലാവുന്നത്. തുടർന്നാണ് മാമ്പോയിലെ പന്നിക്കോട്ടിൽ സുരേഷിന്റെ വീട്ടിൽ മോഷണം ആസൂത്രണം ചെയ്തത്. ഒക്ടോബർ 10-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സുരേഷിന്റെ വീടിന്റെ വാതിൽ തുറന്ന് അലമാരയും മേശയും കുത്തി തുറന്ന് 2.5 പവന്റെ സ്വർണവും 4 ലക്ഷത്തോളം രൂപയും മോഷണം നടത്തി. പൂക്കോട്ടുംപാടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടരന്വേഷണം പിന്നീട് DYSPക്ക് കീഴിലുള്ള പ്രത്യേക കുറ്റാന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. 1 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ജിത്തുവിനെ പോലീസ് സംഘം കോഴിക്കോട് വെച്ച് പിടികൂടിയത്. ജിത്തുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിതീഷിന്റെ പങ്ക് വ്യക്തമായത്. ഇതോടെ മാമ്പോയിൽ നിന്നും മുങ്ങിയ നിതീഷിനെ തൃശൂരിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജിത്തുവിനെ മാമ്പോയിലേക്ക് എത്തിച്ചതും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതും നിതീഷാണ്. മോഷണം മുതൽ പങ്കിട്ടെടുക്കുവാനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത്. അപ്പോഴേക്കും പോലീസ് ഇവരെ പിടികൂടുകയായിരുന്നു. അടുത്ത ദിവസം കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങുന്ന പ്രതികളെ തെളിവെടുപ്പ് നടത്തും. നിലമ്പൂർ DYSP സാജു K എബ്രഹാം, പൂക്കോട്ടുംപാടം ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ, SI ജെയിംസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സനൂപ്, പ്രത്യേക അന്വേഷണ സംഘത്തിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാബിർ അലി, സജീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ CK സജേഷ്, കൃഷ്ണദാസ് എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ചാലിയാറിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി, സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധം. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജിവെച്ചു. LDF പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരണം നൽകി. ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ വാളംതോട് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് രാജു തൊഴുത്തിങ്ങലാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു. വാളംതോട് വാർഡിൽ നിന്നും സ്വതന്ത്രനായി മത്സരിക്കുമെന്നും രാജു തൊഴുത്തൽ പറഞ്ഞു. LDFന്റെ പിന്തുണ തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വവുമായി ഇനി ഒരു ബന്ധവുമില്ലെന്നും രാജു തൊഴുത്തുങ്കൽ പറഞ്ഞു. 1995 മുതൽ കോൺഗ്രസിനായി പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ നേതൃത്വം തന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. വാളംതൊട്ടിലെ ജനങ്ങളൊപ്പമുണ്ടെന്നും രാജു തൊഴുത്തുങ്കൽ പറഞ്ഞു. ഞാൻ രാജു തൊഴുത്തുങ്കൽ, ചാലിയാർ പഞ്ചായത്ത് 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഞാനൊരു കോൺഗ്രസ് ഫാമിലി കുടുംബത്തിൽ നിന്നാണ് വന്നത്. കോൺഗ്രസ് ഫാമിലി കുടുംബത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചത് തന്നെ. 1995 മുതൽ കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. 2000 കാലഘട്ടം തൊട്ട് 2025 വരെ ചാലിയാർ പഞ്ചായത്തിലേക്ക് നടന്ന 5 തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ 5 സ്ഥാനാർത്ഥികളെ 1-ാം വാർഡിൽ നിർത്തുകയും ആ സ്ഥാനാർത്ഥികളെ നല്ല വിജയത്തിലെത്തിക്കാനുള്ള പരിശ്രമം നടത്തിയവരിൽ ഒരാളാണ് ഞാൻ. ഈ 2025 പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു ചേർത്ത
യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടന്ന തീരുമാനങ്ങളിൽ എനിക്ക് യോജിക്കാൻ സാധിക്കാത്തതിനാൽ ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇടതുപക്ഷ പിന്തുണ ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ കോൺഗ്രസിൽ ജനിച്ച് കോൺഗ്രസിൽ മരിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ കൂടെ ജീവിച്ചവനായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് വന്ന ആ തിക്ത അനുഭവം നിമിത്തമാണ് ഞാനിപ്പോൾ ഈ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചാലിയാർ പഞ്ചായത്ത് 1-ാം വാർഡിലെ ജനങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരുടെയും ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുമെന്നും അതോടൊപ്പം വാർഡിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും ഞാൻ ഉറപ്പു നൽകുന്നു. രാജു തൊഴുത്തുങ്കലിന് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ LDF നേതാക്കൾ നൽകിയ സ്വീകരണത്തിൽ CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. LDF പിന്തുണ ഉറപ്പാക്കിയ ശേഷമാണ് ഇന്നലെ രാജു തൊഴുത്തുങ്കൽ കോൺഗ്രസിൽ നിന്നും രാജി നൽകിയത്. സ്വീകരണത്തിൽ CPM ലോക്കൽ സെക്രട്ടറി M വിശ്വനാഥൻ, NCP ജില്ലാ കമ്മിറ്റി അംഗം ഷാഹുൽ ഹമീദ് പൂഴിക്കുത്ത്, CPI ലോക്കൽ സെക്രട്ടറി നിഷിദ് കല്ലിങ്ങൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ, INL മണ്ഡലം പ്രസിഡന്റ് സമദ് കല്ലട, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അക്കമ്പാടം, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ഉസ്മാൻ, മുതിർന്ന CPM നേതാക്കളായ യു കുഞ്ഞിദു, തോപ്പിൽ ചേക്കു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നിലമ്പൂരിന്റെ വികസനത്തിൽ നഗരസഭാ ഭരണസമിതിയെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിച്ച് നിലമ്പൂർ വികസന സമിതി. കഴിഞ്ഞ 5 വർഷം നഗരസഭാ ഭരണവും സംസ്ഥാന ഭരണവും ഒരു മുന്നണിയായിട്ടും വികസനം സാധ്യമായില്ലെന്നും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനവും ആശാവഹമായില്ലെന്നും നിലമ്പൂർ വികസന സമിതി ആരോപിച്ചു. പുതിയൊരു നഗരസഭ ഭരണസമിതിയെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ത്രിതല പഞ്ചായത്തുകൾ സാധാരണക്കാരന്റെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സാധാരണ ജനങ്ങൾ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കാര്യങ്ങൾ പരിശോധിച്ചാൽ വേണ്ടത്ര ആശാവഹമായ രൂപത്തിലല്ല പ്രവർത്തനങ്ങൾ നടന്നത്. ഭരണപക്ഷമായാലും ശരി പ്രതിപക്ഷമായാലും ശരി ബിലോ ആവറേജ് ലെവലിലാണ് കാര്യങ്ങൾ നീക്കിയത്. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നിലമ്പൂർ വികസന സമിതി വികസന രേഖ വിഷൻ 2030 നിലമ്പൂർ എന്ന പേരിൽ നിലമ്പൂരിന്റെ സമഗ്രമായ വികസനത്തിന് നിസ്തുലമായ പങ്ക് നൽകാൻ പറ്റുന്ന ഒരു സൂചക ഫലകം ഒരു രേഖയായി പൊതുജന സമക്ഷം സമർപ്പിക്കുന്നത്. അതിന്റെ മുന്നോടിയായിക്കൊണ്ടാണ് ഈ പത്രസമ്മേളനം നാം സംഘടിപ്പിക്കുന്നത്. ഇനി വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും സ്ഥാനാർത്ഥികളെയും എല്ലാം നമ്മൾ ഈ രേഖകളുമായി സമീപിക്കുന്നുണ്ട്, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികയുടെ കോപ്പി നമ്മളും സ്വീകരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഫയലിൽ വെക്കുന്നുണ്ട്. കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കും. ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വികസന സമിതി മുൻപന്തിയിലുണ്ടാകും. അതിന് ആമാന്തം കാണിക്കുന്നവരെ തുറന്നു കാണിക്കുവാനും അതിനെതിരെ പോരാടുവാനും വികസന സമിതി നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിക്കും എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ പത്രസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ശുഷ്കാന്തിയില്ലാതെ പ്രവർത്തിച്ച ഭരണപക്ഷവും അതിന് തിരുത്താൻ ഭരണപക്ഷത്തെ ശ്രമിക്കാത്ത പ്രതിപക്ഷവും, കുറ്റാരോപണമല്ല പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടി, ഭരണം കുറ്റമറ്റതാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ ഡ്യൂട്ടി. ഇത് മനസ്സിലാക്കാത്ത പ്രതിപക്ഷവും ഭരണത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാത്ത ഭരണപക്ഷവുമാണ് നാടിന്റെ ശാപം. ഇനി വരാൻ പോകുന്ന ഭരണസമിതി ഇതിൽ നിന്ന് വ്യത്യസ്തമായി നാടിന്റെ സമഗ്രമായ പുരോഗതിക്കും വികസനത്തിനും ക്ഷേമത്തിനും അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നടത്തണം. അതിനുള്ള 20-ൽ പരം കാര്യങ്ങളാണ് ഈ വികസന രേഖയിൽ വിഷൻ 2030 എന്നുള്ള പേരിൽ നമ്മൾ സമർപ്പിക്കുന്നത്. നിലമ്പൂർ നഗരസഭാ ഭരണസമിതിയും പ്രതിപക്ഷവും നിലവാരം പുലർത്തിയില്ല.
പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുവാൻ ശുഷ്കാന്തി കാണിച്ചില്ല. വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും നടത്തുന്നതിൽ ഭരണപക്ഷം പരാജയപ്പെട്ടപ്പോൾ തിരുത്തൽ ശക്തിയാകുവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ലെന്നും നിലമ്പൂർ വികസന സമിതി വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. നാടിന്റെ വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞെടുപ്പിൽ മുന്നണികൾ മത്സരിപ്പിക്കണമെന്നും അത്തരക്കാരെ വിജയിപ്പിക്കുവാൻ വോട്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും വികസന സമിതി ആവശ്യപ്പെട്ടു. നഗരസഭയിലെ മിക്ക റോഡുകളും സഞ്ചാരയോഗ്യമല്ലാത്ത വിധം തകർന്ന നിലയിലാണ്. നിർമ്മാണം പൂർത്തീകരിച്ച് കേവലം മാസങ്ങൾ പിന്നിടുമ്പോൾ റോഡുകൾ തകരുന്ന അവസ്ഥയിലാണ്. ഇത് നിർമ്മാണത്തിലെ അഴിമതിയും അപാകതയുമാണെന്നും വികസന സമിതി അഭിപ്രായപ്പെട്ടു. നിലമ്പൂരിന്റെ സമഗ്ര വികസനത്തിന് വികസന രേഖാ വിഷൻ 2030 വികസന സമിതി പ്രഖ്യാപിച്ചു. ജനങ്ങളോടും നാടിനോടും പ്രതിബദ്ധതയും സത്യസന്ധരും കാര്യശേഷിയും വികസന കാഴ്ചപ്പാടുള്ള വ്യക്തികളെയും സ്ഥാനാർത്ഥിയാക്കുക. പ്രകടന പത്രികയിൽ നടപ്പിലാക്കുവാൻ സാധിക്കുന്ന പദ്ധതികളും സേവനങ്ങളും മാത്രം ഉൾപ്പെടുത്തുക തുടങ്ങിയവയാണ് വിഷൻ 2030 പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കെട്ടിടം ആധുനിക സൗകര്യത്തോടെ അടിയന്തരമായി നിർമ്മിക്കണം. നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ ആധുനിക സൗകര്യത്തോടെ ടോയ്ലറ്റ്, ക്ലോക്ക് റൂം, ചാലിയാർ, കരിമ്പുഴ, കുതിരപ്പുഴ എന്നിവിടങ്ങളിൽ റിവർ ഫ്രണ്ട് സയാന പാർക്ക്, നഗരത്തിൽ ടൂറിസം ഇൻഫർമേഷൻ കൗണ്ടർ എന്നിവ ഉടൻ യാഥാർത്ഥ്യമാക്കണം. വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരെയും നാടിനെയും സംരക്ഷിക്കുവാൻ വനം വകുപ്പുമായി ചേർന്ന് പദ്ധതി വേണം. തെരുവുനായ ശല്യത്തിന് സ്ഥിര പരിഹാരം കാണണം. ശുചിത്വ നിലമ്പൂരിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ഡസ്റ്റ്ബിൻ, പൊതു ശൌചാലയങ്ങൾ എന്നിവ സ്ഥാപിക്കണം. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് സംവിധാനം തുടങ്ങിയ പദ്ധതികളും നിലമ്പൂർ വികസന സമിതി ഉന്നയിക്കുന്നുണ്ട്. ഈ വരുന്ന ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ് ത്രിതല പഞ്ചായത്തുകളുടെ ഭരണം എന്ന് പറയുന്നത്. ഈ വരാൻ പോകുന്ന ഭരണസമിതി എങ്ങനെയുള്ളവരായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം അവരുടെ പ്രവർത്തനം എന്നുള്ള കാര്യത്തിൽ വികസന സമിതിക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ട്. ഞങ്ങളുടേതായ ചില അജണ്ടകളുണ്ട്. അത് എന്തിനു വേണ്ടി ചോദിച്ചാൽ നമ്മുടെ നാടിന്റെ വികസനം മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഞങ്ങൾക്ക് വികസന സമിതിക്ക് രാഷ്ട്രീയമില്ല, അംഗങ്ങൾക്കുണ്ടാവാം. ഞങ്ങൾ ഒരു കക്ഷിയുടെയും പക്ഷം പിടിച്ചിട്ടില്ല, പിടിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ കഴിഞ്ഞ 5 കൊല്ലത്തെ കാലയളവ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതോടൊപ്പം ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് നിലമ്പൂരുകാർക്ക് ഉണ്ടായിരുന്നത്. മുനിസിപ്പാലിറ്റി നമ്മുടെ ഭരണം, നമുക്ക് അതിനു പറ്റിയ ഒരു MLA, അതിനു പറ്റിയ സംസ്ഥാന ഭരണം, അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ള ഒരു പരിഭവം ഞങ്ങൾക്ക് മാത്രമല്ല നാട്ടിലുള്ള എല്ലാവർക്കുമുണ്ട്. അപ്പോൾ ഈ വരുന്ന ഭരണസമിതി അത് ഭരണപക്ഷത്തുള്ളവരായാലും പ്രതിപക്ഷത്തുള്ളവർ ആരായാലും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ ഒരു അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ മാത്രം. മദ്യം, മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണവും ജാഗ്രതാ സമിതികളും സംഘടിപ്പിക്കുക. ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ പദ്ധതികൾ ആവിഷ്കരിക്കുക. യുവതി യുവാക്കൾക്ക് വിവിധ തൊഴിൽ പരിശീലനം നൽകുവാൻ പദ്ധതി തയ്യാറാക്കുക. പ്രൊഫഷണൽസ്, സിവിൽ സർവീസ് മേഖലകളിൽ വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുവാൻ പദ്ധതി തയ്യാറാക്കുക. KNG റോഡ് വീതി വർദ്ധിപ്പിച്ച് ഗതാഗത യോഗ്യം ആക്കുവാനും നിലമ്പൂർ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കുവാനും വകുപ്പ് തലത്തിൽ സമ്മർദ്ദം ചെലുത്തുക. നഗരത്തിൽ റിംഗ് റോഡ് നിർമ്മിക്കുക. വ്യാപാരി വ്യവസായ സംഘടനകളുമായി യോജിച്ച് പദ്ധതികൾ തയ്യാറാക്കി വാണിജ്യം പുഷ്ടിപ്പെടുത്തുക. ഗുരുതര രോഗികൾ, നിർധനരായ വിധവകൾ, ഭിന്നശേഷിക്കാർ, വിദ്യാർത്ഥികൾ, അപകടം സംഭവിക്കുന്നവർ തുടങ്ങിയവരെ അടിയന്തരമായി സഹായിക്കുവാൻ ചെയർമാന്റെ പേരിൽ ദുരിതാശ്വാസ നിധി രൂപീകരിക്കുക. MP, MLA, ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ ജില്ലാ ആശുപത്രിയുടെ വികസനം പൂർത്തീകരിക്കുക. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന് സൗകര്യപ്രദമായ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുവാൻ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും നിലമ്പൂർ വികസന സമിതി ആവശ്യപ്പെടുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂർ വികസന സമിതി പ്രസിഡന്റ് അഹമ്മദ് കുട്ടിക്കാപ്പിൽ, RK മലയത്ത്, KRC നിലമ്പൂർ, സുരേഷ് മങ്ങാട്ടുതൊടിക എന്നിവർ സംബന്ധിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നവംബർ 14 വെള്ളിയാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. രാവിലെ 11-നും വൈകിട്ട് 3-നും ഇടയിലാണ് പത്രിക സമർപ്പിക്കേണ്ടത്. പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി നവംബർ 21. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22-ന് നടക്കും. പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി നവംബർ 24. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർ 2000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മത്സരിക്കുന്നവർ 4000 രൂപയും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷനുകളിൽ മത്സരിക്കുന്നവർ 5000 രൂപയും കെട്ടിവെക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിശ്ചിത തുകയുടെ പകുതി മതിയാകും. നോമിനേഷൻ
നൽകുന്ന ദിവസം സ്ഥാനാർത്ഥിക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ സംവരണ വാർഡുകളിൽ മത്സരിക്കുന്നവർ ബന്ധപ്പെട്ട അധികാരിയിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വരണാധികാരിയുടെയോ കമ്മീഷൻ അധികാരപ്പെടുത്തിയ ഓഫീസറുടെയോ മുൻപാകെ നിശ്ചിത ഫോറം അനുസരിച്ച് സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ നടത്തി ഒപ്പിട്ട് നൽകുകയും വേണം. സ്ഥാനാർത്ഥിക്കൊപ്പം 3 അകമ്പടി വാഹനങ്ങൾ മാത്രമേ വരണാധികാരിയുടെ കാര്യാലയത്തിന് 100 മീറ്റർ പരിധിക്കുള്ളിൽ അനുവദിക്കൂ. വരണാധികാരിയുടെ മുറിയിലേക്ക് സ്ഥാനാർത്ഥി ഉൾപ്പെടെ 5 പേർക്ക് മാത്രമാണ് പ്രവേശനാനുമതി. സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അയോഗ്യതകളും സംബന്ധിച്ച മാർഗരേഖ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗാർഹിക LPG പാചകവാതക സിലിണ്ടറിന് സബ്സിഡി ലഭിക്കുന്ന ഉപയോക്താക്കൾ KYC നിർബന്ധമായും പുതുക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ. ലഭിക്കുന്ന സബ്സിഡി നിലനിർത്തുന്നതിനായി എല്ലാ സാമ്പത്തിക വർഷവും KYC പുതുക്കണമെന്നാണ് പുതിയ തീരുമാനം. PMUY ഉപയോക്താക്കൾ 2026 മാർച്ച് 31 മുൻപ് KYC അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് നിർദ്ദേശം. ഈ KYC പൂർത്തിയാക്കാത്തവർക്ക് സബ്സിഡിക്ക് അർഹതയുണ്ടാകില്ല. വീടുകളിൽ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം LPG സിലിണ്ടറുകൾക്കാണ് പരിശോധന നിർബന്ധമാക്കിയത്. നേരത്തെ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കിയവരും മാർച്ച് 31 അകം KYC അപ്ഡേറ്റ് ചെയ്യണം. പുതുക്കിയില്ലെങ്കിൽ സാമ്പത്തിക വർഷത്തിലെ 8ാമത്തെയും 9ാമത്തെയും സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി തടഞ്ഞുവയ്ക്കും. പിന്നീട് സബ്സിഡി പൂർണ്ണമായും റദ്ദാക്കപ്പെടും. അവസാന തീയതിക്കുള്ളിൽ അപ്ഡേറ്റ് ചെയ്താൽ തടഞ്ഞുവച്ച സബ്സിഡി തിരികെ ലഭിക്കും. ഗാർഹിക സിലിണ്ടറിന് 9 റീഫില്ലുകൾക്ക് ഓരോന്നിനും 300 രൂപയാണ് സബ്സിഡിയായി ലഭിക്കുക. ലൈഫ് സോൺ മീഡിയ പണം യഥാർത്ഥ ഉടമകൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുവാനാണ് ഈ അപ്ഡേഷൻ എന്നാണ് കമ്പനി വാദം. ഇന്ത്യൻ ഓയിൽ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം എന്നിവയുടെ ഉപയോക്താക്കൾക്ക് കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം. ഈ സേവനത്തിന് യാതൊരു നിരക്കും ഈടാക്കില്ല. രോഗപ്രതിരോധത്തിനുള്ള മുൻഗണനയാണ് ആരോഗ്യരംഗത്തെ നേട്ടങ്ങളുടെ അടിസ്ഥാനമെന്ന് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ A. ഷിബുലാൽ. പ്രതിരോധ ശാസ്ത്രീകരണത്തിന് ജനകീയ കൂട്ടായ്മകൾ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക പ്രതിരോധ കുത്തിവയ്പ് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം AR നഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവൻ രക്ഷിക്കുവാനും രോഗങ്ങൾ തടയുവാനും വാക്സിനുകൾക്കുള്ള കഴിവ് സമൂഹത്തിലെത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ കുത്തിവയ്പ്പെടുത്ത 500 കുട്ടികളെയും അമ്മമാരെയും സർട്ടിഫിക്കറ്റും മെഡലുകളും നൽകി ആദരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MV ഫൗസിയ അധ്യക്ഷയായി. ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ KP സാദിഖ് അലി മുഖ്യ പ്രഭാഷണം നടത്തി. പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഡോക്ടർ VP ഹസനത്ത് ക്ലാസ് എടുത്തു. ഹെൽത്ത് സൂപ്പർവൈസർ C. രാജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ T. മുഹമ്മദ് ഫൈസൽ, PRO CH നിയാസ് ബാബു, പബ്ലിക് ഹെൽത്ത് നഴ്സ് KP ജമീല എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ ബോധവൽക്കരണ ലഘുനാടകവും അരങ്ങേറി. ഈ വർഷത്തെ ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലയിലെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് കുത്തിവയ്പ് ശാക്തീകരണത്തിനായി വിവിധ സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികളും ആരോഗ്യ വകുപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അന്തരിച്ച നൃത്ത അധ്യാപിക ഗീതാകുമാർ ചുങ്കത്തരയെ അനുസ്മരിച്ച് എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. ചുങ്കത്തര കൈപ്പിനി കവയിൽ വെച്ച് അനുശോചന യോഗം ചേർന്നു. നിലമ്പൂർ മേഖലയിലെ ഒട്ടേറെ കുരുന്നുകളെ നൃത്തലോകത്തേക്ക് ചിലങ്കയണിയിച്ച് കൈപിടിച്ചുയർത്തിയ നൃത്താധ്യാപിക ഗീതാകുമാർ ചുങ്കത്തറ കഴിഞ്ഞ മാർച്ച് 29 അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടത്. ടീച്ചറുടെ സ്മരണയ്ക്കായി ഭർത്താവും വയലിനിസ്റ്റുമായ കുമാർ ചുങ്കത്തറയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ LP UP വിഭാഗം സംഘനൃത്ത മത്സര വിജയികൾക്ക് ഗീതാകുമാർ ചുങ്കത്തറ സ്മാരക എവറോളിംഗ് ട്രോഫികൾ ഏർപ്പെടുത്തിയിരുന്നു. ഇത്തവണ LP വിഭാഗത്തിൽ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളും UP വിഭാഗത്തിൽ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് സംഘനൃത്തത്തിൽ ജേതാക്കളായത്. കലോത്സവ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനിടെ ഗീത ടീച്ചറെ അനുസ്മരിക്കുവാൻ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും മാനേജ്മെന്റും PTA തീരുമാനിക്കുകയായിരുന്നു. ചുങ്കത്തറ കൈപ്പിനി കവലയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ മേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗീത ടീച്ചറുടെ ഭർത്താവും വയലിനിസ്റ്റുമായ കുമാർ ചുങ്കത്തറയെ സംഘനൃത്തത്തിൽ 1ാം സ്ഥാനം നേടിയ കുട്ടികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സിസ്റ്റർ കൃപ, PTA പ്രസിഡന്റ് ജോബി എളുക്കുന്നേൽ, MPTA ഭാരവാഹി അഖില ജയകൃഷ്ണൻ, സ്റ്റാഫ് സെക്രട്ടറി ജമീല, കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ സംസ്ഥാന സെക്രട്ടറി സജിത്ത് പൂക്കോട്ടുപാടം, പൊതുപ്രവർത്തകരായ ഷൌക്കത്ത് അലി, CV സുബ്രഹ്മണ്യൻ, ഫൈസൽ ബാബു ചുങ്കത്തറ എന്നിവർ സംസാരിച്ചു. 35 വർഷത്തിലധികം കുട്ടികളെ നൃത്തവിദ്യ അഭ്യസിപ്പിക്കുകയും വിവിധ തല മത്സരങ്ങളിൽ വിജയികളാക്കുകയും ചെയ്ത ഗീത ടീച്ചർ ക്ലാസിക്കൽ ഫോക്ക് നൃത്ത രൂപങ്ങൾ അഭ്യസിപ്പിക്കുമായിരുന്നുവെങ്കിലും സംഘനൃത്തത്തോടായിരുന്നു ഏറെ പ്രിയം. ചെറിയ കുട്ടികൾക്കായി ഒട്ടേറെ സംഘനൃത്തങ്ങൾ ഭർത്താവ് കുമാർ ചുങ്കത്തറയുമായി ചേർന്ന് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്.
ഇന്ന് കേരളത്തിലെ സംഘനൃത്ത വേദികളിൽ സജീവമായ വയലേലകൾ, കുരുവികളെ, നീലക്കുരുവികളെ, കൈതപ്പൂവുകൾ തുടങ്ങിയ പാട്ടുകൾ ഇവരുടെ സംഭാവനയാണ്. ഈ വർഷം മുതൽ തുടർച്ചയായി നിലമ്പൂർ ഉപജില്ലാ സംഘനൃത്തം LP UP വിഭാഗം വിജയികൾക്ക് എവറോളിംഗ് ട്രോഫികൾ സമ്മാനിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.